തിരുകുമാരന്റെ രക്ഷാരഹസ്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപമൂലം പകർന്നുപോയി ഞങ്ങൾ അനുദപിക്കുന്ന ഹൃദയത്തോടെ പിതാവായ അങ്ങയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് ഞങ്ങളുടെ ഹൃദയ വിശുദ്ധിയോടുകൂടി പരിഹാരത്തിന്റെയും തുടക്കതയുടെയും വിപരി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സർവത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതി കഴിയുവാനൻ മോഹം. മധുരമങ്ങേ മഹിമയിൽ മറയുവാനൻ ദാസം. കണ്ണിലങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാവിലങ്ങേ കനികളും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വവും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതെന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് കുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സർവത്തിന്റെയും നാഥനും സൃഷ്ടാവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, എന്റെ കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സർവത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദൃഢനും ബലവാനും ഭക്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. തന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരനെ, എൻ്റെ ഹൃദയപൂർവമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും
അവർ രക്ഷപ്പെടണം എന്നതാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങൾ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. വിശ്വസിക്കുന്ന ഏതൊരുവരും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. നിയമാധിഷ്ഠിതമായ നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ ലഭിക്കും എന്ന് മോശ എഴുതുന്നു. വിശ്വാസാധിഷ്ഠിതമായ നീതിയാകട്ടെ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറുമെന്ന് നീ ഹൃദയത്തിൽ പറയരുത്. അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങുമെന്നും പറയരുത്. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിൻ്റെ വചനം തന്നെ. ആകയാൽ യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. സൗഖ്യവും പകരും മൊഴികൾ എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്.
ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ മുതൽ ദൂതൻ അവരുടെ മുന്നിൽ നിന്ന് മറഞ്ഞു. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, ഇന്ന് സാർവത്രിക സഭ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ ഇത് മനുഷ്യാവതാരം ചെയ്ത യേശുവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആഘോഷിച്ചു വന്നിരുന്ന ഒരു തിരുനാളായിരുന്നു. മംഗളവാർത്ത തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത് 5-ാം നൂറ്റാണ്ടിലാണെന്നാണ് വിശ്വസിക്കുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് മാർച്ച് 25-നായിരിക്കും മംഗളവാർത്ത തിരുനാൾ ആഗോള സഭയിൽ ആഘോഷിക്കുക എന്ന് തീരുമാനിക്കപ്പെട്ടു. 9 മാസം മുൻപ്, യേശുവിന്റെ ജനനത്തിന് 9 മാസം മുൻപ് വരാവുന്ന രീതിയിലാണ് മാർച്ച് 25 എന്ന തീയതി നിശ്ചയിക്കപ്പെട്ടത്. ഡിസംബർ 25-ാം തീയതി യേശുവിന്റെ മനുഷ്യ ജനനം, അതിന് 9 മാസം മുമ്പ് മംഗളവാർത്ത തിരുനാൾ. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത തിരുനാൾ 1-2 ചിന്തകൾ പ്രത്യേകമായി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ഒന്ന്, ദൈവം കന്യകയായ മറിയത്തെ തിരഞ്ഞെടുക്കുന്നു. മറിയത്തിന്റെ സമ്മതം ദൈവത്തിന് ആവശ്യമായിരുന്നു. സഭാപിതാക്കന്മാർ പറയുന്നതനുസരിച്ച് ദൈവം മറിയത്തിന്റെ സമ്മതം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആദിയിലെ പരിശുദ്ധ കന്യകാമറിയമായിരിക്കും മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന്റെ മാതാവെന്ന് നിശ്ചയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദേവദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ, ഇതാ കർത്താവിന്റെ ദാസി, ഫിയാത്ത് വൊളുന്താസ്തുവ എന്ന് പറഞ്ഞുകൊണ്ട് 100% ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്വഴങ്ങിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ മംഗളവാർത്ത ഉൾപ്പെടുന്ന പ്രാർത്ഥനകൾ സഭയിൽ ഒരുപാടുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ 2 ദൈവികമായിട്ടുള്ള വിശുദ്ധരായിട്ടുള്ള ആളുകളുടെ വാക്കുകളാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. ആരുടെയൊക്കെയാണെന്ന് പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അതാര് പറഞ്ഞത്? യെസ്, ആരാ പറഞ്ഞത്? ഈശോ. ആരാ പറഞ്ഞത്? ഗബ്രിയേൽ ദേവദൂതനാണ് പറഞ്ഞത്. അതിനുശേഷം വരുന്ന വാചകം, അവിടുത്തെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതാര് പറഞ്ഞത്? ആരാ? നമ്മൾ നന്മ ചെല്ലി പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ ആര് പറഞ്ഞു? ആദ്യത്തെ ഭാഗം, സെമിക്കോളിന്റെ ആദ്യത്തെ ഭാഗം മംഗളവാർത്തയുടെ ഭാഗമാണ്. അത് ഗബ്രിയേൽ ദേവദൂതൻ പറഞ്ഞ വാക്യമാണ്. അതിനുശേഷം അങ്ങോട്ട് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതാര് പറഞ്ഞത്? അത് എലിസബത്ത് പറഞ്ഞതാണ്. ഇളയനായ എലിസബത്തെ സന്ദർശിക്കാൻ പോയ സന്ദർഭത്തിൽ ആ അമ്മ പറഞ്ഞ അപ്പൊ അങ്ങനെ ഉള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ മാനാകാനുള്ള പ്രാർത്ഥന നമുക്കറിയാം. Angels, the angel of the Lord declared to Mary and she conceived by the word. ഇതാ കർത്താവിന്റെ ദാസി. ഈ മംഗളവാർത്തയുടെ വചനങ്ങളാണ് ആ പ്രാർത്ഥനയിലുള്ളത്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഈ മംഗളവാർത്ത തന്നെ വലിയൊരു പ്രാർത്ഥനയാണ്. നമ്മളെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഭാഗമായി മാറി. മറിയത്തിന്റെ അടുത്ത് വന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ആ മംഗളവാർത്തയും അതിന് മറിയം കൊടുത്ത പ്രത്യുത്തരവും, ഫിയാത്ത് വൊളുന്താസ്തുവ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ എന്നാണ് പറയുന്നത്. വലിയ ഒരു സമ്മതമാണ്. പരിശുദ്ധ കന്യാമറിയം ദൈവവിഷയത്തിന് 100% ഒരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ സമ്മതം കൊടുക്കുന്ന ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് സമ്മതം കൊടുത്തിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം സമ്മതം കൊടുത്തിരിക്കുന്നു. അത് ഉദാഹരണമായി നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിച്ച നിമിഷം ദൈവത്തിന് മുമ്പിലാണ് സമ്മതം കൊടുത്തത്, അല്ലേ? നിന്റെ ഇടതു ഭാഗത്ത് നിൽക്കുന്ന മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവെന്ന് പറഞ്ഞത്
ചുരുക്കത്തിൽ ദൈവത്തിന് മുമ്പിൽ അൽത്താരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾ പരസ്പരം ഞങ്ങൾ സ്വീകരിക്കുന്നുവെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു സമ്മതം കൊടുത്തിട്ടുണ്ട്. മറന്നു പോകരുത്. ആ സമ്മതമൊന്നും മരണം വരെ, ഇന്നു മുതൽ മരണം വരെ എന്ന് പറയുന്ന ആ സമ്മതമാണ്. അത് മകരം വരെയല്ല എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. മരണം വരെ നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ ഭർത്താവിനെ സ്വീകരിക്കാം, ഭാര്യയെ സ്വീകരിക്കാം എന്ന് സമ്മതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിലും ഭാര്യാഭർത്ത ബന്ധത്തിലും കടന്നു വരുന്ന എല്ലാ കഷ്ടാനുഭവങ്ങളും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ദൈവനാമത്തിൽ എന്ന് പറയുന്നു. ഒരു വൈദികനായ ഞാനും പട്ടമേൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മുമ്പിൽ പ്രതിജ്ഞകൾ എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് സമയങ്ങളിൽ സഭയുടെ അധികാരികൾ പറയുന്ന നിമിഷങ്ങളിലൊക്കെ സമ്മതം കൊടുത്തിട്ടുണ്ട്. ഞാൻ പട്ടം കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ ബിഷപ്പ് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിലെ സാഗർ രൂപതയിൽ, അത് ഇരിങ്ങാലക്കുടയിലുള്ള ദത്തെടുത്തിട്ടുള്ള ഒരു രൂപതയായിരുന്നു, അവിടെ പോയി അവിടേക്ക് ഒരു അച്ഛൻ ആവശ്യമുണ്ടെന്ന് അവിടുത്തെ ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അച്ഛനെ വേണമെന്ന് പറഞ്ഞു. ഞാൻ ഈ സാഗർ രൂപതയിലാണ് ഒരു പ്രത്യേകതയുള്ളത്. നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാരെ കൊണ്ടെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ അവിടെ ഹിന്ദിയൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും കുറവ് മാർക്കുള്ളൊരു വിഷയമായിരുന്നു ഹിന്ദി. എന്ത് പറയാൻ ആരും അവിടെ പരിചയമില്ല. അവിടുത്തെ ബിഷപ്പിനെ, അച്ഛന്മാരെ ആരെയും പരിചയമില്ല. പക്ഷെ ബിഷപ്പ്